ഹലോ സോൾ ഫാമിലി, എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ശാന്തിയും സമാധാനവും നേരുന്നു. അപ്പോൾ ഇന്ന് വന്നിട്ട് വീക്കെൻഡിൻ്റെ മെസ്സേജസ് ആണ്, അതായത് 28, 29 സാറ്റർഡേ സൺഡേയുടെ ഗൈഡൻസ് ആണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെയും പോലെ ആദ്യം സാറ്റർഡേ ചെയ്യും, അതിനുശേഷം സൺഡേയുടെ എനർജി നോക്കുന്നതാണ്. അപ്പോൾ ഒരുമിച്ച് നിങ്ങൾക്ക് ഈ റീഡിംഗ് കാണാം, അല്ലെങ്കിൽ പിറ്റേ ദിവസം സൺഡേ വന്നിട്ട് ഒരു പൈൽ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ റീഡിംഗ് കാണാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഗൈഡൻസ് ഫോളോ ചെയ്യുക. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ എന്താണോ പറയുന്നത് അതനുസരിച്ചിട്ട് നിങ്ങൾ തീരുമാനങ്ങൾ എടുക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇനി പൈൽ സെലക്ഷൻ നടത്താം. സ്ക്രീനിൽ നിങ്ങൾക്ക് ഓൾറെഡി ഓപ്ഷൻസ് കാണാൻ സാധിക്കും. പൈൽ 1 ആൻഡ് പൈൽ 2. കുറച്ചൊരു കാം എനർജിയിൽ ഇരുന്നിട്ട് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ട്രസ്റ്റ് ചെയ്തിട്ട് ഇതിൽ നിന്നൊരു ഓപ്ഷൻ സെലക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ലോട്ട് ഓഫ് താങ്ക്സ്. നിങ്ങൾ പൈൽ സെലക്ഷൻ നടത്തുക, നമുക്ക് റീഡിംഗ് ആയിട്ട് കാണാം. താങ്ക് യു. ഹലോ പൈൽ നമ്പർ 1, വെൽക്കം ടു യുവർ റീഡിംഗ്. നമുക്ക് നോക്കാം ഈ ഒരു വീക്കെൻഡിൻ്റെ മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് എന്തൊക്കെയാണെന്ന്. സാറ്റർഡേ സൺഡേയുടെ ഗൈഡൻസ് ആണ്. ഫസ്റ്റ് ഞാൻ സാറ്റർഡേ നോക്കും, അതിനുശേഷം സൺഡേയുടെ ഗൈഡൻസ് നോക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമുക്ക് സാറ്റർഡേയുടെ മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. താങ്ക് യു. പൈൽ നമ്പർ 1ൻ്റെ സാറ്റർഡേയുടെ എനർജി എന്താണ്? താങ്ക് യു. പൈൽ നമ്പർ 1, താങ്ക് യു. താങ്ക് യു. ഓക്കെ, ബ്യൂട്ടിഫുൾ എനർജിയാണ്. ലക്കിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. 777 വന്നിട്ടുണ്ട്. ഒത്തിരി സ്പിരിച്വൽ എനർജിയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ലക്ക് നിങ്ങളുടെ ലൈഫിൽ ഒത്തിരി ഫേവർ ചെയ്യുന്നതായിട്ട്, ഭാഗ്യം നിങ്ങളെ എന്താ പറയുക ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നതായിട്ട് ഈ ഒരു സമയത്ത് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് നിങ്ങളുടെ ഒപ്റ്റിമിസം, അതായത് ലൈഫിനെ പോസിറ്റീവായിട്ട് കാണുന്ന ആ ഒരു മെൻറ്റാലിറ്റി, എൻ്റെ ലൈഫിലെല്ലാം നല്ലതായിട്ട് സംഭവിക്കും. ഓക്കെ, എന്തൊക്കെ സിറ്റുവേഷൻസ് ചാലഞ്ചസ് വന്നാലും എനിക്കത് തരണം ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ എനിക്ക് കറക്റ്റ് സമയത്ത് ഗൈഡൻസ് ലഭിക്കും. ആ ഒരു ഒപ്റ്റിമിസം, ആ ഒരു പോസിറ്റീവ് മെൻറ്റാലിറ്റി നിങ്ങളുടെ ലൈഫിൽ ഒത്തിരി സ്പിരിച്വൽ ചേഞ്ചസ്, അല്ലെങ്കിൽ സ്പിരിച്വാലിറ്റി ആയിട്ട് കണക്ട് ചെയ്തിട്ട് ഒത്തിരി എനർജീസ് കൊണ്ടുവരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അത് ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ലൈഫിലൊരു ലക്ക് ക്രിയേറ്റ് ചെയ്യുന്നതാണ്. കുറച്ച് പേർക്ക് ഇമോഷണലി ഒത്തിരി ഹാപ്പിനെസ്, സന്തോഷം നൽകുന്ന ഒരു എനർജി ഈ ഒരു ദിവസം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ജെനുവിൻലി നിങ്ങളുടെ ഈ ഒരു എനർജിക്ക് വേണ്ടിയിട്ട് ഞാൻ ഒത്തിരി ഹാപ്പിയാണ്. ഓക്കെ, ഗോഡ് ബ്ലെസ് യു. നമുക്ക് കൂടുതലായിട്ട് നോക്കാം. പൈൽ നമ്പർ 1 സാറ്റർഡേ. താങ്ക് യു. ഹയറഫൻറ്റിൻ്റെ എനർജി ഒത്തിരി സ്പിരിച്വൽ എനർജിയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. സ്പിരിച്വാലിറ്റി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള നിങ്ങളുടെ ആ ഒരു കാഴ്ചപ്പാടിൽ ഒത്തിരി മാറ്റങ്ങൾ വരുന്നതാണ്. കുറച്ച് പേർക്ക് സ്പിരിച്വൽ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്ലേസ് വിസിറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ബ്ലെസ്സിങ് ആയിരിക്കാം. ഓക്കെ, അത് കുറച്ച് പേർക്ക് ഇത് നോളേജിൻ്റെ എനർജിയാണ്, വിദ്യ, ഓക്കെ, അറിവ്. അതും നിങ്ങളെ ഈ ഒരു സമയത്ത് സപ്പോർട്ട് ചെയ്യുന്നതാണ്, ഹെൽപ്പ് ചെയ്യുന്നതാണ്. കുറച്ച് പേർക്ക് നിങ്ങളുടെ മാരീഡ് ലൈഫിൽ ഒത്തിരി ഹാർമണി, ഒത്തിരി പീസ്, ഒത്തിരി സന്തോഷം കണ്ടെത്താനായിട്ടുള്ള ഒരു എനർജി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇവിടെ 8 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജിയാണ്. കുറച്ച് പേരുടെ ഹൗസായിട്ട് റിലേറ്റ് ചെയ്തിട്ട്, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കൺസ്ട്രക്ഷൻ വർക്ക് നടക്കുന്നുണ്ടെങ്കിൽ അത് ഭംഗിയായിട്ട് പൂർത്തീകരിക്കാനായിട്ടുള്ള ഒരു എനർജി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് ഇത് കരിയറായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എനർജിയാണ്. ഓക്കെ, നിങ്ങളുടെ വർക്ക്, ബിസിനസ്, അതിലെല്ലാം ഒത്തിരി പുരോഗതി കാണുന്നുണ്ട്. ഒത്തിരി ഗ്രോത്തിൻ്റെ, വളർച്ചയുടെ എനർജി കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓക്കെ, അബണ്ടൻസും കാണുന്നുണ്ട്. മണി ഫിനാൻസ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള അബണ്ടൻസും കാണുന്നുണ്ട്. കുറച്ച് പേർക്ക് ഫാമിലി പ്രോപ്പർട്ടി, ഫാമിലിയിൽ നിന്നിട്ടുള്ള എന്തെങ്കിലുമൊക്കെ സപ്പോർട്ട് ഈ ഒരു സമയത്ത് ഉണ്ടാകുന്നുണ്ടാകാം. ഓക്കെ, കുറച്ച് പേർക്ക് നിങ്ങളുടെ ടാലൻറ്റ്, നിങ്ങളുടെ കഴിവുകൾ കുറച്ച് പേർക്ക് ഷോക്കേസ് ചെയ്യാനായിട്ടുള്ള ഒരു എനർജി ആയിരിക്കാം. കുറച്ച് പേരുടെ ഹാർഡ് വർക്ക് ഇവിടെ, ഓക്കെ, അതിനൊരു റിസൾട്ട് ലഭിക്കുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ കഠിനാധ്വാനം, ഓക്കെ, നിങ്ങളുടെ പ്രയത്നം, അതിനെല്ലാം റിസൾട്ട് കണ്ടു തുടങ്ങുന്ന ഒരു സമയമായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഈ ഒരു സമയം വന്നിട്ട്. നെക്സ്റ്റ്, നിങ്ങൾ ഇന്നത്തെ ദിവസം കുറച്ചൊന്ന് കെയർഫുൾ ആകേണ്ട, ബാലൻസ് കീപ്പ് ചെയ്യേണ്ട എനർജി എന്താ നോക്കുക. പൈൽ നമ്പർ 1ൻ്റെ കിങ് ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജി. ഇത് വന്നിട്ട് ഇതൊരു വ്യക്തിയുടെ എനർജി ആയിരിക്കാം. ഓക്കെ, കുറച്ച് പേർക്ക്
ഈ ഒരു വ്യക്തിയായിട്ടുള്ള ഡീലിങ്സ് കുറച്ചൊന്ന് കെയർഫുള്ളാകുക. മണി ഫിനാൻസ് ആയിട്ടായിരിക്കാം. കുറച്ച് പേർക്ക് പവർ സ്ട്രഗിൾ നടക്കുന്നുണ്ടെങ്കിൽ, ഓക്കെ, ആരാണ് ജയിക്കുന്നത്, ആരാണ് മുകളിൽ നിൽക്കുന്നത്, ആ ഒരു പവർ സ്ട്രഗിൾ നടക്കുന്നുണ്ടെങ്കിൽ കുറച്ചൊന്ന് കെയർഫുള്ളാകാനായിട്ട് പറയുന്നുണ്ട്. കുറച്ച് പേർക്ക് ഇത് പാസ്റ്റിലെ എനർജി ആകാനായിട്ടും ചാൻസ് ഉണ്ട്. പാസ്റ്റിൽ നിങ്ങൾക്ക് കമ്മിറ്റ്മെൻറ്റ് ലഭിക്കാതെ ഇരിക്കുന്ന ആ ഒരു സിറ്റുവേഷൻ, തനിക്കൊരു അറ്റൻഷൻ അതൊന്നും നൽകാതെ വന്നേക്കുന്ന പല മെമ്മറീസ് ഉണ്ടാകാം. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ സന്തോഷം കെടുത്തുന്ന അങ്ങനത്തെ എനർജീസ് കുറച്ചൊന്ന് എന്താ പറയുക ശ്രദ്ധിക്കുക. കുറച്ച് പേർക്കിത് ഹാർട്ട് സ്പേസ് ആയിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്ന എന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം. ഓക്കെ, അപ്പോൾ അതിലൊരു സ്റ്റേബിളായിട്ടുള്ള എനർജി, ബാലൻസ്ഡ് ആയിട്ടുള്ള എനർജി കീപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, വേറെ എന്ത് കാര്യമാണ് കുറച്ചൊന്ന് കെയർഫുൾ ആകേണ്ടത്? താങ്ക് യു. ഇവിടെ ഡെത്തിൻ്റെ എനർജി വന്നിട്ടുണ്ട്. കുറച്ച് പേർക്ക് ഇത് വിയോഗത്തിൻ്റെ എനർജി ആയിരിക്കാം. ഐ എം സോറി, നിങ്ങളുടെ ലൈഫിൽ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ പാസ്റ്റിൽ നിങ്ങൾക്ക് ആഗ്രഹിക്കാത്ത അങ്ങനത്തെ മെമ്മറീസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ. ഓക്കെ, കുറച്ച് പേർക്ക് ട്രാവലായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള യാത്രകളായിട്ട് കണക്ട് ചെയ്തേക്കുന്ന എന്തെങ്കിലും ട്രോമയായിരിക്കാം. ഓക്കെ, കുറച്ച് പേർക്ക് വാട്ടറിൻ്റെ എനർജിയും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ കുറച്ച് പേർക്ക് ഇത് വിരഹത്തിൻ്റെ എനർജി ആയിരിക്കാം. ചിലപ്പോൾ നിങ്ങളുടെ പാർട്ട്ണർ വന്നിട്ട് ചിലപ്പോൾ ദൂര സ്ഥലത്ത് ജോലിക്ക് വേണ്ടിയിട്ട് പോയിട്ടുണ്ടാകാം. കുറച്ചൊരു സെപ്പറേഷൻ്റെ എനർജി നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാകുന്നുണ്ടാകാം. അപ്പോൾ അതൊന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഈ ഒരു ദിവസം ശ്രദ്ധിക്കുക. ഇവിടെയും വന്നിട്ട് 5 ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. റിലേഷൻഷിപ്സ്, ഓക്കെ, അല്ലെങ്കിൽ ഇത് വന്നിട്ട് മറ്റുള്ളവരുടെ ദുഃഖത്തിൽ ചിലപ്പോൾ പങ്കുചേരുന്ന എനർജിയും ആകാം. ഓക്കെ, മറ്റുള്ളവരുടെ എന്തെങ്കിലുമൊക്കെ സങ്കടങ്ങൾ നിങ്ങൾക്ക് ഒത്തിരി എഫക്റ്റ് ആകുന്നതുമാകാം. അപ്പോൾ അങ്ങനത്തെ എനർജീസ് കുറച്ചൊന്ന് കെയർഫുള്ളായിട്ടിരിക്കാനായിട്ട് ഈ ഒരു ദിവസം നിങ്ങളോട് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് സാറ്റർഡേയുടെ എനർജി വന്നിട്ട് പൈൽ നമ്പർ 1ൻ്റെ. ഇനി നമുക്ക് സൺഡേയുടെ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. ഓക്കെ, പൈൽ നമ്പർ 1, ഇനി നിങ്ങളുടെ സൺഡേയുടെ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. ഓക്കെ, പൈൽ നമ്പർ 1ൻ്റെ സൺഡേയുടെ ഗൈഡൻസ് എന്താണ്? താങ്ക് യു. ഏസ് ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ്. ഇവിടെ പോസിറ്റീവായിട്ടുള്ള കമ്മ്യൂണിക്കേഷനാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കുറച്ച് പേർക്ക് നിങ്ങളുടെ കുട്ടികൾക്ക് ഒത്തിരി മോട്ടിവേഷൻ കൊടുക്കാനായിട്ട്, അല്ലെങ്കിൽ അങ്ങനത്തെ നിങ്ങളെക്കാൾ പ്രായം കുറഞ്ഞ വ്യക്തികൾക്ക് ലൈഫിൽ വിജയിക്കാൻ വേണ്ടിയിട്ട് ഒത്തിരി മോട്ടിവേഷൻ, ഒത്തിരി ഇൻസ്പിറേഷൻ, ഓക്കെ, പ്രചോദനം കൊടുക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് ഇത് നിങ്ങളുടെ പ്രൊഫഷനായിട്ട് റിലേറ്റ് ചെയ്തിട്ടും ആകാം. ഓക്കെ, അപ്പോൾ ഒത്തിരി മോട്ടിവേഷൻ്റെ എനർജി, ചിലപ്പോൾ ഇത് നിങ്ങളുടെ ലൈഫിലും ഒത്തിരി മോട്ടിവേഷൻ വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ കുട്ടികൾ നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ടാകാം. അവരുടെ ചെറിയ ചെറിയ വേർഡ്സ്, എന്തെങ്കിലുമൊക്കെ എനർജീസ് നിങ്ങളെ മുന്നോട്ട് നയിക്കാനായിട്ട് ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, കുറച്ച് പേർക്ക് നിരാശപ്പെട്ടിരുന്ന എന്തെങ്കിലും കാര്യങ്ങൾക്ക് ഒരു പോസിറ്റീവ് എനർജി, ഒരു പോസിറ്റീവ് മെസ്സേജ് ആയിക്കോട്ടെ, കമ്മ്യൂണിക്കേഷൻ ആയിക്കോട്ടെ, അത് റിസീവ് ആകുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. താങ്ക് യു. പൈൽ നമ്പർ 1ൻ്റെ ബ്യൂട്ടിഫുൾ, ഒത്തിരി ചേഞ്ചസ്, ഒത്തിരി ട്രാൻസ്ഫോർമേഷൻ്റെ എനർജി കാണുന്നുണ്ട്. ഇത് സ്പിരിച്വൽ എനർജി ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. നിങ്ങളുടെ പേഴ്സണാലിറ്റിയിൽ, നിങ്ങളുടെ വ്യക്തിത്വത്തിൽ, അതുപോലെ തന്നെ നിങ്ങളുടെ എനർജി എക്സ്ചേഞ്ചിൽ നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ എനർജി മറ്റുള്ളവരായിട്ട് ഷെയർ ചെയ്യുന്നത്, മണി ഫിനാൻസ് ആയിട്ടുള്ള കാര്യങ്ങളായിക്കോട്ടെ, അതിലെല്ലാം ഒത്തിരി ഷിഫ്റ്റ്, ഒത്തിരി മാറ്റങ്ങൾ വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. മെയിനായിട്ട് റിയലൈസേഷനാണ്. നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതാണ്. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ വളരെ സ്ട്രോങ് ആണ്. കുറച്ച് പേര് ചിലപ്പോൾ കമ്മ്യൂണിക്കേഷൻ, സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു തിരിച്ചറിവുണ്ടാകുന്നതായിരിക്കാം. ഓക്കെ, അപ്പോൾ ഒത്തിരി ചേഞ്ചസ്, ഒത്തിരി ട്രാൻസ്ഫോർമേഷൻ എനർജി, കുറച്ച് പേർക്ക് ഡിവൈൻ ടൈമിംഗ് നടക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ ടൈം ഇവിടെ ഓൾമോസ്റ്റ് ഇവിടെ ബാലൻസിൽ വരുന്നതാണ്. ഡിവൈൻ ടൈം സംഭവിക്കുമ്പോൾ ഒത്തിരി മാറ്റങ്ങൾ സംഭവിക്കുന്നതാണ്. നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ സംഭവിക്കുന്നതാണ്. ഓക്കെ, അങ്ങനത്തെ ഒരു എനർജിയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഇവിടെയും ബട്ടർഫ്ലൈ കാണുന്നുണ്ട്. കുറച്ച് പേര് ഫ്രീക്വൻ്റ് ആയിട്ട് ബട്ടർഫ്ലൈസ് കാണുന്നുണ്ടാകാം. പ്രത്യേകിച്ചും ഓറഞ്ച് കളറിൽ ഉള്ള ബട്ടർഫ്ലൈസ്, ഓറഞ്ച് ബ്ലാക്ക് ഷെയ്ഡ്സിലുള്ള ബട്ടർഫ്ലൈസ് കാണുന്നുണ്ടാകാം. ആ ഒരു എനർജി ഡിനോട്ട് ചെയ്യുന്നത് നിങ്ങളുടെ ലൈഫിൽ ഫസ്റ്റ് വന്നിട്ട് എനിക്ക് ക്രിയേറ്റീവായിട്ടുള്ള എനർജിയിലൊരു ഷിഫ്റ്റ്, മാറ്റമാണ്. സെക്കൻഡ് നിങ്ങളുടെ സാഡ്നെസ്, സങ്കടങ്ങൾ, സേക്രൽ ചക്രയായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഇഷ്യൂസ്, ഓക്കെ,
അതിലൊരു ഹീലിംഗ് വരുന്നതായിട്ട്, മാറ്റങ്ങൾ വരുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, പൈൽ നമ്പർ 1 സൺഡേയുടെ എനർജി, കെയർഫുൾ ആകേണ്ട എനർജി എന്താണ്? 4 ഓഫ് ഫയർ, 4 ഓഫ് വോൺസിൻ്റെ എനർജിയാണ്. ഇവിടെ വന്നിട്ട് നമ്മുടെ ലൈഫിലൊരു സംതൃപ്തി. ഓക്കെ, എല്ലാ കാര്യങ്ങളും എൻ്റെ ലൈഫിൽ സംഭവിക്കുന്നുണ്ട്, പക്ഷേ എനിക്കൊന്നിനോടും ഒരു തൃപ്തിയില്ല, ഒരു ബോർഡത്തിൻ്റെ എനർജി. അതൊന്ന് കെയർഫുള്ളാകുക. ഈ ഒരു സമയം വന്നിട്ട് ആഘോഷിക്കേണ്ട സമയങ്ങൾ നിങ്ങൾ കറക്റ്റായിട്ട് ബാലൻസ്ഡ് ആയിട്ട് അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ടൈം കണ്ടെത്താനായിട്ട് ശ്രമിക്കുക. ഓക്കെ, കുറച്ച് പേർക്ക് നിങ്ങളുടെ ഫാമിലിയെ കുറിച്ചിട്ട്, നിങ്ങളുടെ ബാലൻസിനെ കുറിച്ചിട്ട്, സെക്യൂരിറ്റിയെ കുറിച്ചിട്ടുള്ള കൺസേൺസ് ഉണ്ടാകുന്നുണ്ടാകാം. അപ്പോൾ അതും കുറച്ചൊന്ന് ശ്രദ്ധിക്കുക. താങ്ക് യു. ഏസ് ഓഫ് വോൺസിൻ്റെ എനർജിയാണ് ഇവിടെ പറയുന്നത്. നിങ്ങളുടെ ലൈഫിൽ ഓപ്പർച്യൂണിറ്റീസ് ഇതും ടേണായി. ഇവിടെ 7 ഓഫ് കപ്സിൻ്റെ എനർജിയാണ് വന്നേക്കുന്നത്. ചോയ്സസ്, തീരുമാനങ്ങൾ. ഓക്കെ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അത് നിങ്ങൾ കറക്റ്റായിട്ട് എടുത്താൽ മാത്രമാണ് ഇവിടെ നിങ്ങൾക്കൊരു ബാലൻസ്, ഒരു സെക്യൂർ ആയിട്ടുള്ള ഒരു എനർജിയിലിരിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. കുറച്ച് പേര് പ്രൊക്രാസ്റ്റിനേഷൻ്റെ എനർജി, ഐഡിയ വരുന്നുണ്ടാകാം, കാര്യങ്ങൾ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടാകാം, മാറ്റങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാകാം, പക്ഷേ പെട്ടെന്ന് ബോർഡം, അതിന് ആക്ഷൻസ് എടുക്കാൻ സാധിക്കുന്നില്ല. അല്ലെങ്കിൽ ഒരു ചെറിയ സിറ്റുവേഷൻ ഓവർ അനലൈസ് ചെയ്യുക, ഓവറായിട്ട് നിങ്ങൾ ഓവർ തിങ്കിങ്ങിൻ്റെ എനർജിയിലോട്ട് പോവുക. ഓക്കെ, അപ്പോൾ അതെല്ലാം കുറച്ചൊന്ന് കെയർഫുള്ളാകുക. അപ്പോൾ അവസരങ്ങൾ വരണ സമയത്ത്, ന്യൂ ഐഡിയാസ് വരണ സമയത്ത് നിങ്ങൾ ആ ഒരു ഓപ്പർച്യൂണിറ്റി നന്നായിട്ട് യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി അത് കുറച്ചും കൂടെ എങ്ങനെ ഡെവലപ്പ് ചെയ്യാം, അവിടെ എങ്ങനെ ഹീലിംഗ് കൊണ്ടുവരാം, അതിൽ കുറച്ചും കൂടെ ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ കറക്റ്റായിട്ടുള്ള ആക്ഷൻസ് എടുക്കാനായിട്ടാണ് നിങ്ങളോട് ഈ ഒരു ദിവസം പറയുന്നത്. അപ്പോൾ അത് പല രീതിയിലായിരിക്കാം ആക്ഷൻ എടുക്കേണ്ടത്. ഓക്കെ, നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ട്രസ്റ്റ് ചെയ്യുക, നിങ്ങളുടെ അല്ലെങ്കിൽ ലൈഫ് സിറ്റുവേഷൻ നോക്കിയിട്ട് നിങ്ങൾ ഡിസിഷൻസ് എടുക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് സൺഡേയുടെ എനർജി വന്നിട്ട്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണുമ്പോൾ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു. ഹലോ പൈൽ നമ്പർ 2, വെൽക്കം ടു യുവർ റീഡിംഗ്. നമുക്ക് നോക്കാം നിങ്ങളുടെ വീക്കെൻഡ് മെസ്സേജസ് എന്തൊക്കെയാണെന്ന്. അതായത് സാറ്റർഡേ സൺഡേയുടെ ഗൈഡൻസ് ആണ്. ഫസ്റ്റ് ഞാൻ സാറ്റർഡേ നോക്കും, ശനി, അതിനുശേഷം ഞായർ. ഓക്കെ, സൺഡേയുടെ ഗൈഡൻസ് എന്താണെന്ന് നോക്കുന്നതാണ്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് നിങ്ങളുടെ സാറ്റർഡേയുടെ ഗൈഡൻസ് നോക്കാം. പൈൽ നമ്പർ 2യുടെ സാറ്റർഡേയുടെ എനർജി എന്താണ്? താങ്ക് യു. പൈൽ നമ്പർ 2യുടെ സാറ്റർഡേയുടെ എനർജി. താങ്ക് യു. പ്രൊട്ടക്ഷൻ്റെ എനർജിയാണ് കാണിക്കുന്നത്. 444ൻ്റെ എനർജിയും വന്നിട്ടുണ്ട്. നിങ്ങളുടെ സുരക്ഷിതത്വം അല്ലെങ്കിൽ സെക്യൂരിറ്റി, മണി, ഫിനാൻസ്. കുറച്ച് പേർക്ക് ഇത് നിങ്ങളുടെ ലൈഫ് പർപ്പസ് ആയിട്ട് അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളായിട്ട് കണക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിൽ അവിടെ ഒരു കറക്റ്റ് ഗൈഡൻസ് കിട്ടുന്നുണ്ടോ? നിങ്ങൾ പ്രൊട്ടക്റ്റഡ് ആണോ? മണി, ഫിനാൻസിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണ് നിങ്ങൾ കൈകാര്യം ചെയ്യുന്നത്? അതെല്ലാമാണ് മെയിൻ ഒരു തീമായിട്ട് ഈ ഒരു ദിവസം എനിക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ഓവറോൾ സ്റ്റെബിലിറ്റി എങ്ങനെ കൊണ്ടുവരാം, ബാലൻസ് എങ്ങനെ കീപ്പ് ചെയ്യാം. ഓക്കെ, അതിൽ കൂടുതലായിട്ട് കുറച്ച് പേര് ഈ ഒരു സമയത്ത് എനർജി കൊടുക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് ഫ്രീക്വൻ്റ് ആയിട്ട് 444ൻ്റെ എനർജി കാണുന്നുണ്ടാകാം. ഓക്കെ, അങ്ങനെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള എനർജി, ബാലൻസ്ഡ് ആയിട്ടുള്ള എനർജി കീപ്പ് ചെയ്യാനായിട്ടുള്ള സ്പിരിച്വൽ ഗൈഡൻസ് ആണ്. ഓക്കെ, കിങ് ഓഫ് വോൺസിൻ്റെ എനർജി. കരിയറിൽ ഒത്തിരി സ്ട്രോങ് എനർജി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ബിസിനസ്സിലായിരിക്കാം കുറച്ച് പേർക്ക് എന്തെങ്കിലുമൊക്കെ ഒരു എന്താ പറയുക, ഒരു പവർ നിങ്ങളുടെ കാണിക്കാനായിട്ട്, എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യാനായിട്ടുള്ള ഒരു എനർജി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് ഇത് വിഷണറിയുടെ എനർജിയാണ്. ചിലപ്പോൾ ഫ്യൂച്ചറിനെ കുറിച്ചിട്ടുള്ള എന്തെങ്കിലുമൊക്കെ വിഷൻസ്, എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ഈ ഒരു സമയത്ത് മനസ്സിലാക്കുന്നുണ്ടാകാം, അല്ലെങ്കിൽ പ്രിപ്പറേഷൻ നടത്തുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് ഇതൊരു വ്യക്തിയുടെ എനർജി ആയിരിക്കാം. ഓക്കെ, ഈ ഒരു വ്യക്തി നിങ്ങളെ ഒത്തിരി സപ്പോർട്ട് ചെയ്യുന്നുണ്ടാകാം, ഗൈഡ് ചെയ്യുന്നുണ്ടാകാം നിങ്ങളുടെ പ്രൊഫഷണൽ ലൈഫിൽ, അല്ലെങ്കിൽ ഭാവിയെക്കുറിച്ചിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഗൈഡൻസ് ചിലപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് ഇത് ഫാദർ ഫിഗർ ആകാനായിട്ടുള്ള ചാൻസസും ഉണ്ട്. അപ്പോൾ ഒത്തിരി ലീഡർഷിപ്പ് ക്വാളിറ്റി ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് പുറത്തു കൊണ്ടുവരാനായിട്ടുള്ള ഒരു എനർജി കാണുന്നുണ്ട്. താങ്ക് യു. പൈൽ നമ്പർ 2. ഇവിടെ 10 ഓഫ് വോൺസിൻ്റെ എനർജിയാണ്.
കുറച്ച് പേർക്ക് ഇത് ഹോം റിട്ടേൺ ആയിരിക്കാം, വീട്ടിലോട്ട് തിരിച്ചു വരുന്ന ഒരു എനർജി ആയിരിക്കാം. കുറച്ച് പേർക്ക് എന്തെങ്കിലുമൊക്കെ സ്ട്രഗിൾസ് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ബോഡി പെയിൻ എന്തെങ്കിലുമൊക്കെ അങ്ങനത്തെ വിഷമങ്ങളിൽ കൂടെ പോകുന്നുണ്ടെങ്കിൽ അവിടെ ഒരു എൻഡിങ്ങിൻ്റെ, അവിടെ ഒരു ഹീലിങ്ങിൻ്റെ എനർജി കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ കുറച്ച് പേർക്ക് ഇതെനിക്കൊരു ഫെമിനിൻ എനർജിയിൽ, നിങ്ങളുടെ ഫെമിനിൻ എനർജിയിൽ എന്തെങ്കിലുമൊക്കെ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ ഹോം സപ്പോർട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. വീട്ടിൽ നിന്നിട്ടുള്ള എന്തെങ്കിലുമൊക്കെ സപ്പോർട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ടും കുറച്ച് പേർക്ക് ഇന്നത്തെ ദിവസം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് ഇത് യൂണിറ്റിയുടെ എനർജിയാണ്, എല്ലാവരുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കാനായിട്ടുള്ള ഒരു എനർജി അവൈലബിൾ ആണ്. വേറെ നോക്കാം, ഫയൽ നമ്പർ 2. താങ്ക് യു. നൈറ്റ് ഓഫ് വോൺസിൻ്റെ എനർജി വരുന്നുണ്ട്. കുറച്ച് പേർക്ക് യാത്രകൾ കുറച്ചും കൂടെ കെയർഫുള്ളാകുക, എടുത്തു ചാടി പെട്ടെന്നുള്ള ഡിസിഷൻസ് ചിലപ്പോൾ നിങ്ങളെ ഒരു ടഫ് സിറ്റുവേഷനിലോട്ട് കൊണ്ടുപോകുന്നുണ്ടാകാം. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. കുറച്ച് പേർക്ക് എന്തെങ്കിലുമൊക്കെ സ്ട്രഗിൾസ്, എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ ഒബ്സ്റ്റക്കിൾസ് നിങ്ങളുടെ മുന്നിലോട്ട് വരുന്നുണ്ടാകാം. അപ്പോൾ അതെങ്ങനെ കുറച്ചും കൂടെ ബാലൻസ്ഡ് ആയിട്ട് കൈകാര്യം ചെയ്യണം. ഓക്കെ, എങ്ങനെ ദേഷ്യപ്പെടാതെ അല്ലെങ്കിൽ ഒത്തിരി അപ്സെറ്റ് ആകാതെ എങ്ങനെ ആ ഒരു സാഹചര്യം ഞാൻ മറികടക്കണം, ആ ഒരു സിറ്റുവേഷൻ കുറച്ച് പേരുടെ ലൈഫിൽ ഉണ്ടാകുന്നുണ്ടാകാം. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക ഈ ഒരു സമയത്ത് വന്നിട്ട്. കുറച്ച് പേർക്ക് നിങ്ങളുടെ പവർ, നിങ്ങളുടെ ശക്തി മനസ്സിലാക്കാനായിട്ടും ഇവിടെ പറയുന്നുണ്ട്. ഓക്കെ, ഡെവിലിൻ്റെ എനർജി വന്നിട്ടുണ്ട്. പോസിറ്റീവ് തിങ്കിങ്. ഓക്കെ, നല്ല നല്ല കാര്യങ്ങളെക്കുറിച്ചിട്ട് ചിന്തിക്കുക. ഇൻ കേസ് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ലോസ് ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു തടസ്സങ്ങൾ, പോസ്, കുറച്ച് സമയം കാലതാമസം നേരിടേണ്ടി വരുന്നുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള എനർജി നിങ്ങൾക്ക് ചുറ്റുമുണ്ട്, ടോക്സിക് എനർജി നിങ്ങൾക്ക് ചുറ്റുമുണ്ടെങ്കിൽ കുറച്ചൊന്ന് കെയർഫുൾ ആകാനായിട്ട് പറയുന്നുണ്ട്. നിങ്ങളെ ആരെങ്കിലുമൊക്കെ പുഷ് ചെയ്യുന്നുണ്ട്, എന്തെങ്കിലുമൊക്കെ ട്രിഗർ ചെയ്യുന്നുണ്ടെങ്കിൽ കുറച്ചൊന്ന് ശ്രദ്ധിക്കുക. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ, നിങ്ങളുടെ ഇൻ്റലിജൻസ് എന്താണോ പറയുന്നത് അതനുസരിച്ചിട്ട് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. ആരുടെയും ഇൻഫ്ലുവൻസിൽ വന്നിട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചുറ്റും നടക്കുന്ന എനർജീസ് ആയിരിക്കും, അതൊക്കെ ഒന്ന് കെയർഫുള്ളി ഹാൻഡിൽ ചെയ്യുക ഈ ഒരു സമയം വന്നിട്ട്. അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് നിങ്ങളുടെ നേട്ടങ്ങളെക്കുറിച്ചിട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റാതെ പോയ കാര്യങ്ങളെക്കുറിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ സ്ട്രഗിൾസ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതും കെയർഫുൾ ആകുക ഈ ഒരു സമയത്ത് വന്നിട്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് പായൽ നമ്പർ 2യുടെ സാറ്റർഡേയുടെ എനർജി വന്നിട്ട്. ഇനി നമുക്ക് നിങ്ങളുടെ സൺഡേയുടെ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. ഓക്കെ, പായൽ നമ്പർ 2 നമുക്ക് നോക്കാം നിങ്ങളുടെ സൺഡേയുടെ എനർജി എന്താണ്. പായൽ നമ്പർ 2യുടെ സൺഡേയുടെ എനർജി എന്താണ്? താങ്ക് യു. 3 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജി വന്നിട്ടുണ്ട്. ഇവിടെ കരിയറായിട്ട് റിലേറ്റ് ചെയ്തിട്ട്, അല്ലെങ്കിൽ ബിസിനസ്സായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഒത്തിരി പോസിറ്റീവ് എനർജി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, പ്രത്യേകിച്ചും ക്രിയേറ്റീവ് ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവർക്ക്. ഓക്കെ, ഇപ്പോൾ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയിരിക്കാം, ഹെയർ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാകാം, അല്ലെങ്കിൽ ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള വരയ്ക്കുന്ന ആൾക്കാർ, ക്രിയേറ്റീവ് മ്യൂസിക്, അങ്ങനത്തെ ക്രിയേറ്റീവ് ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവർക്ക് ഒത്തിരി പോസിറ്റീവ് എനർജി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ടാലൻറ്റ്സ് ഷോക്കേസ് ചെയ്യാനായിട്ടുള്ള എനർജി, അതിനൊരു റെക്കഗ്നിഷൻ, മറ്റുള്ളവർ തിരിച്ചറിയുക നിങ്ങളുടെ വർക്ക്, അല്ലെങ്കിൽ കൊളാബറേഷൻ, ഒത്തിരി പേരായിട്ട് ചേർന്ന് പ്രവർത്തിക്കാനായിട്ടുള്ള ഒരു ബ്ലെസ്സിങ് കാണുന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ എക്സിബിഷൻസ് നടത്തുക, ഓക്കെ, ചിലപ്പോൾ ചേർന്ന് എന്തെങ്കിലുമൊക്കെ പുതിയ ക്രിയേറ്റീവായിട്ടുള്ള ഐഡിയയിൽ വർക്ക് ചെയ്യുക, ആ ഒരു എനർജി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് ഇവിടെ കൺസ്ട്രക്ഷൻ, അല്ലെങ്കിൽ മെഷേഴ്സ്, അല്ലെങ്കിൽ എന്താ പറയുക, കണക്കുകൾ, അങ്ങനത്തെ എനർജി ആയിട്ട് വർക്ക് ചെയ്യുന്നവർക്കും എന്തെങ്കിലുമൊക്കെ എനർജിയിൽ ഒരു ഷിഫ്റ്റ്, ഒരു പോസിറ്റീവ് ബ്ലെസ്സിങ് കാണുന്നുണ്ട്. ഓക്കെ, കുറച്ച് പേർക്കത് ഫാഷൻ ഡിസൈനിങ്ങിലായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാം നൈറ്റ് ഓഫ് വോൺസിൻ്റെ എനർജി. നിങ്ങളുടെ കലയിൽ കുറച്ചും കൂടെ നിങ്ങൾ കോൺഫിഡൻ്റ് ആയിട്ട് വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, ആ ഒരു എനർജിയിൽ ഒത്തിരി ഷിഫ്റ്റ്, മാറ്റങ്ങൾ സംഭവിക്കുന്നതാണ്. കുറച്ച് പേർക്ക് നിങ്ങളുടെ മനസ്സിന് ഇഷ്ടപ്പെട്ട പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള ഒരു എനർജി കാണുന്നുണ്ട്. തൻ്റെ പാഷന് വേണ്ടിയിട്ട്, തൻ്റെ ആഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ട് മുന്നോട്ട് പോകാനായിട്ട് പാസ്റ്റിൽ എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് കുറച്ചും കൂടെ അതിന് വേണ്ടിയിട്ടുള്ള ഊർജ്ജം, എനർജി, ഇൻസ്പിറേഷൻ വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് ഇവിടെ എന്തെങ്കിലുമൊക്കെ
പുതിയ കാര്യങ്ങൾ ട്രൈ ചെയ്യാനായിട്ട്, കുറച്ച് പേർക്ക് എന്തെങ്കിലും അഡ്വഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങൾ ട്രൈ ചെയ്യാനായിട്ട് കുറച്ച് പേര് ശ്രമിക്കുന്നുണ്ടാകാം. ഓക്കെ, 7 ഓഫ് വാൻഡ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട്. 8 ഓഫ് സോഡ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട്. ഇവിടെ ഒരു മെയിൻ പ്രോബ്ലം, ഒരു ചെറിയൊരു സിറ്റുവേഷൻ നിങ്ങൾ എന്താ പറയുക ശ്രദ്ധിക്കേണ്ടത് വന്നിട്ട്, ചാലഞ്ചസ് വരുന്നുണ്ട്, ഒത്തിരി പ്രശ്നങ്ങൾ വരുന്നുണ്ടെങ്കിലും നിങ്ങളെ ഡൗട്ട് ചെയ്യാതിരിക്കുക. ഓക്കെ, ചിലപ്പോൾ നമ്മൾ എത്ര കോൺഫിഡൻ്റ് ആയിട്ടിരുന്നാലും നമ്മുടെ വർക്കിൽ അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ എത്ര നമ്മൾ കോൺഫിഡൻ്റ് ആയിട്ടിരുന്നാലും ചില ചെറിയ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള വേർഡ്സ്, ചില നോട്ടങ്ങൾ, ചില എനർജീസ് നമ്മുടെ കോൺഫിഡൻസ് കുറയ്ക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടാകാം. അപ്പോൾ അങ്ങനത്തെ ചാലഞ്ചസ് വരുന്ന സമയത്ത് നിങ്ങളെ കുറച്ചും കൂടെ മോട്ടിവേറ്റ് ചെയ്യാനായിട്ട്, നിങ്ങളുടെ എനർജി കുറച്ചൊന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ഇവിടെ നിങ്ങളോട് പറയുന്നുണ്ട്, നമുക്ക് എല്ലാവർക്കും ഫ്രീ വില്ലുണ്ട്. അതായത് നമ്മളുടേതായിട്ടുള്ള ചോയ്സ് എടുക്കാനായിട്ട്, നമ്മളുടേതായിട്ടുള്ള തീരുമാനങ്ങൾ, നമ്മളുടേതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള ഫ്രീ വിൽ എല്ലാവർക്കും ഉണ്ട്. ഓക്കെ, പക്ഷെ അത് കറക്റ്റായിട്ട് നമ്മൾ ചാനൽ ചെയ്യണം, കറക്റ്റായിട്ട് അത് യൂട്ടിലൈസ് ചെയ്യണം. ഓക്കെ, കറക്റ്റ് സമയത്ത് നമ്മളത് എന്താ പറയുക, നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ കറക്റ്റായിട്ട് ചെയ്യണം. പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട സമയത്ത് നമ്മൾ എന്താ പറയുക ആ ഒരു ആക്ഷൻ എടുക്കണം. അപ്പോൾ അതിലെല്ലാം ശ്രദ്ധിക്കുക. ഈ ഒരു സമയത്ത് വന്നിട്ട് കൺഫ്യൂഷൻ, ഡൗട്ട്, ആ ഒരു എനർജി കുറച്ചൊന്ന് കെയർഫുള്ളാകുക ഈ ഒരു സമയം. ചില കൺഫ്യൂഷൻസ്, ചില പ്രഷർ ചില സമയത്ത് നല്ലതാണ്. കാരണം ആ ഒരു സമയത്ത് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഔട്ട് ഓഫ് ബോക്സിൽ നിന്നിട്ട് എന്തെങ്കിലുമൊക്കെ വ്യത്യസ്തമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ എനർജി കൊണ്ടുവരാനായിട്ട് നമ്മളെ കൊണ്ട് സാധിക്കുന്നതാണ്. അപ്പം അങ്ങനത്തെ ചാലഞ്ചസ് നിങ്ങൾ പേടിക്കാതിരിക്കുക. ഓക്കെ, ബോൾഡായിട്ട് മുന്നോട്ട് പോകാനായിട്ടാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ എതിർപ്പുകൾ, ചാലഞ്ചസ് അല്ലെങ്കിൽ സ്റ്റോപ്പായി പോകുന്നുണ്ട്, ബ്ലോക്ക് വരുന്നുണ്ട്, അതിലൊന്നും നിങ്ങൾ വിഷമിക്കാതിരിക്കുക. ഓക്കെ, ആ ഒരു എനർജിയാണ് ഓവറോൾ എനിക്ക് ഫീൽ ചെയ്യുന്നത് ഈ ഒരു സമയത്ത് വന്നിട്ട്. കുറച്ച് പേര് ഈ ഒരു സമയത്ത് എന്തെങ്കിലുമൊക്കെ പ്രകൃതിയായിട്ട് അല്ലെങ്കിൽ കുറച്ചൊരു എലോൺ ടൈം അല്ലെങ്കിൽ ഫാമിലി ആയിട്ടുള്ള ഒരു ടൈം സ്പെൻഡ് ചെയ്യാനായിട്ടും ശ്രമിക്കുന്നുണ്ടാകാം. ആ ഒരു എനർജിയും കാണുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് പാൽ നമ്പർ 2യുടെ സൺഡേയുടെ എനർജി വന്നിട്ട്. അപ്പോൾ വിഷ് യു ഓൾ ദി ബെസ്റ്റ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണുമ്പോൾ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു.